ആക്ട് ചെയ്ത് കാണിച്ചാടാ. വാ. കരുണം. ഏയ്, എന്തു പറ്റി? വരുന്നില്ലല്ലേ? ഒരു കാര്യം ചെയ്യ്. നീ എപ്പോഴും ഒരു പെണ്ണിന്റെ കാര്യം പറയല്ലോ, ശിവാനിന്ന്. ആ പെണ്ണിന്റെ കാര്യം ഓർക്ക്. അപ്പൊ കരച്ചില് താനേ വന്നോളൂ. ഭയാനകം. രൗദ്രം. ഏയ്, ആക്ട് ചെയ്യാനാ പറഞ്ഞത്, ഫൈറ്റ് ചെയ്യാനല്ല. വീരം. ബീവത്സം. ഹലോ, പാട്ട് പാടുവോ? ഏത് രാഗം, ഏത് താളം? കഴുത രാഗം ഒഴികെ നിനക്ക് ഏത് രാഗം വേണമെങ്കിലും പാടാം. പാടടാ. ബാനം കീറിയോ കോഴി കൂവിയോ, ബാനം കീറിയോ കോഴി കൂവിയോ, ആകാശം മൂടി നിന്ന മേഘമെല്ലാം തൂമഴയായി വാനം കീറിയോ കോഴി കൂവിയോ. ഹേ മാറാ ഹേ വീരാ, ഹേ മാറാ ഹേ വീരാ, ആരാരും കാണാതെ എന്നുള്ളം നീറുന്നേ, കാണാനായി ആരുമില്ല, വാനം കീറിയോ കോഴി കൂവിയോ. ഏയ്, ഓക്കെ. പിന്നെ പറയാനും മാത്രം ഒന്നുമില്ല, എന്റെ അത്രയ്ക്കൊന്നും എത്തിയിട്ടും ഇല്ല. ശരി, ഒരു ഡാൻസ് കാണിച്ചേ. പിന്നെന്താ കാണിക്കാം? പാട്ട് ഞാൻ പാടിത്തരാം, നീ ഡാൻസ് കളിച്ചാ മതി. റെഡി? നീലപ്പൂങ്കുയിലേ ആടിത്തുള്ളടി, കാർമേഘം പെയ്യും നേരം പാടിത്തുള്ളടി. നീലപ്പൂങ്കുയിലേ ആടിത്തുള്ളടി, കാർമേഘം പെയ്യും നേരം പാടിത്തുള്ളടി. നിന്നെ കാത്ത് ഞാനിരിക്കാം എന്നിടത്തിലോടി വായോ, നമ്മളൊന്നിച്ചാടി പാടാമായോ. നിന്നെ കാത്ത് ഞാനിരിക്കാം എന്നിടത്തിലോടി വായോ, നമ്മളൊന്നിച്ചാടി പാടാമായോ. നീലപ്പൂങ്കുയിലേ ആടിത്തുള്ളടി, കാർമേഘം പെയ്യും നേരം പാടിത്തുള്ളടി. അത്രയ്ക്കൊന്നും ഇല്ല അമ്മാവ, എന്റെ അത്രയ്ക്കൊന്നും വരില്ലെന്നേ. ട്രെൻഡിങ് ആയിട്ടൊന്നും നിനക്കറിയില്ലേ? അത്രേ ഉള്ളൂ, കാണിക്കാം. സോങ് പ്ലീസ്. എങ്ങനെയുണ്ട്? ഹലോ, ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോ എന്താ ഈ കാല് മരിച്ചു നടക്കുന്നത്? ഡാൻസ്, ട്രെൻഡിങ് ഡാൻസ് കളിക്കാനാ പറഞ്ഞ. എന്ന് വെച്ചാ? അതെ, ബദാം ബദാം. അത് മ്യൂസിക് പ്ലീസ്. മോനെ, ഇതൊക്കെ മൊബൈലില് റീൽ എടുക്കാനേ കൊള്ളുള്ളൂ. അവിടെ ചെയ്താ ലൈക്ക് കിട്ടും, പക്ഷെ സ്റ്റേജ് ചെയ്താ കൊല്ലറ് കിട്ടും. ഇറ്റ്സ് ഓക്കെ, അത് വിട്. നീ എന്റെ കൂടെ ആക്ടിങ് ചെയ്യാനല്ലേ വന്നിരിക്കുന്നെ. സ്റ്റേജിന്റെ മേലെ എന്റെ ഡാൻസ് കണ്ട എല്ലാവരും എന്നെ തന്നെ നോക്കുള്ളൂ.
ട്രെയിനിങ് കൊടുത്താ ചെലപ്പോ വർക്കൗട്ട് ആയേക്കാം. ശരി മോളെ, ഇതിനെ പറ്റി നീ സംസാരിക്കും, പേയ്മെന്റിനെ പറ്റി ഞാൻ സംസാരിച്ചോളാം. ഓക്കെ? നോക്കു മോനെ, നന്നായിട്ട് പെർഫോം ചെയ്തു. നീ നന്നായിട്ട് പെർഫോം ചെയ്തതുകൊണ്ട് നിനക്ക് 3 നേരം ആഹാരം, വർഷത്തിൽ 1 ജോഡി തുണി. നിന്റെ റിഹേഴ്സലിലെ പെർഫോമൻസ് നോക്കിയിട്ട് നിനക്കുള്ള പേയ്മെന്റ് എല്ലാരെക്കാളും കൂടുതലായിരിക്കും. ഒരു 500 രൂപ അത് ഫിക്സ് ചെയ്യാം അല്ലേ? പക്രു, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോണം. പോവാ. ഇവിടേക്കൊന്ന് കയറി പറ്റി. വേദന മറച്ചു വെച്ച് ചിരിച്ചും കാണിച്ചു. ഇനി എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഞങ്ങൾ ഇറങ്ങുകയാണ് ദിഗ്വിജയ. അമ്മേ, നന്ദിച്ച, ഗോവിന്ദ, മധുമതി. ധനഞ്ജയ, എന്തിനാ മോനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞിരുന്നേ? ഇന്ന് എത്ര നേരമായാലും തൃശ്ശൂർ എന്റെ കല്യാണം നടക്കണമെന്നല്ലേ? അതിനു വേണ്ടിയല്ലേ അവൻ എവിടെ ഉണ്ടെങ്കിലും കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞത്? എന്നിട്ട് അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ എല്ലാരും സന്തോഷത്തോടെ നടക്കുന്നു. അല്ല, ഒരു കല്യാണം ചെക്കനില്ലാതെ എങ്ങനെ നടക്കാനാ? അന്വേഷിക്കാൻ പോയ നിങ്ങളാണെങ്കിൽ കണ്ടില്ല എന്നും പറഞ്ഞ് കൈയും വെച്ച് ഈസി ആയിട്ട് ഇങ്ങ് പോകുന്നു. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യോ? എല്ലാ വഴിക്കും അന്വേഷിച്ചു, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. എന്ത് ചെയ്യാനാ? അവൻ എവിടെയാണെന്നോ എന്താണെന്നൊന്നും ആർക്കും ഒരു വിവരമില്ല. വീട്ടിൽ കുത്തിയിരുന്നോണ്ട് അവൻ എവിടെയാ പോയെന്ന് അന്വേഷിച്ചാ കണ്ടുപിടിക്കാൻ പറ്റുമോ നന്ദീശ? നമ്മൾ പറയാറില്ലേ, AC മുറിയിലിരുന്നോണ്ട് ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി സംസാരിക്കുന്നു. അതുപോലെ ഇപ്പൊ നിന്റെ കാര്യം. എങ്ങോട്ട് പോയാലും ഈ നാട്ടിലേക്ക് തിരിച്ചു വരണല്ലോ. അങ്ങനെ വന്നവനല്ലേ അവൻ. അങ്ങനെ വന്നവൻ വീട്ടുകാരും അറിയാതെ, നാട്ടിലുള്ള ആർക്കും അറിയാതെ എങ്ങോട്ടെങ്കിലും പോവാൻ സാധിക്കൂ? നാട്ടുകാർക്ക് ഞാൻ പുതിയ ആളാണ്, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഈ നാട് മുഴുവൻ ഞാൻ ഇറങ്ങി അന്വേഷിക്കാൻ പോവാ. എങ്ങനെയായാലും അവനെ കണ്ടുപിടിക്കും. ഈ വീട്ടിലുള്ള ആർക്കും അവനെ പറ്റി യാതൊരു ധാരണയില്ലെന്നാണോ? ശ്രദ്ധ ആർക്കാ കുഞ്ഞളിയെ ഇല്ലാത്തത്? എനിക്കില്ലേ? അതുള്ളത് കൊണ്ടല്ലേ അവനെ തേടി എല്ലായിടത്തും അലഞ്ഞു നടന്നിട്ട് ഇപ്പൊ തിരിച്ചു കയറി വന്നത്. ഗോവിന്ദ, നീ അന്വേഷിച്ച സ്ഥലത്ത് അവനില്ല എന്നല്ല, അവനുള്ള സ്ഥലത്ത് നീ പോയി അന്വേഷിച്ചില്ല എന്നുള്ളതാണ്. നന്ദിശ, നീയും അവനെ അന്വേഷിക്കേണ്ട സ്ഥലത്ത് അന്വേഷിച്ചില്ല. അങ്ങനെ അന്വേഷിച്ചിരുന്നെങ്കിൽ അവനിപ്പോ വീട്ടിലുണ്ടായിരുന്നേനെ. കുഞ്ഞളിനിപ്പോ എന്താ വേണ്ടത്? തൃശ്ശൂരിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഞാൻ ഇപ്പൊ തന്നെ പോയി അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നോക്കാം. അതല്ലാതെ ഞാൻ ഇവിടേക്ക് തിരിച്ചു വരില്ല. ഇത് സത്യം. വാ നന്ദിശ, വാ. എങ്ങോട്ട് പോയതാണോ എന്തോ? അച്ഛനും മോനും ഒരുപോലെ തന്നെയാ. എങ്ങോട്ട് പോയാലും പറഞ്ഞിട്ട് പോവില്ല. വീട്ടിലുള്ളവരിങ്ങനെ കാര്യം അറിയാതെ ടെൻഷൻ അടിച്ചിരുന്നു. എവിടെയൊക്കെയാണ് നാടകം കളിക്കുന്നത്? എവിടുന്നൊക്കെയോ ആഹാരവും കഴിക്കും. പക്ഷെ വീട്ടിലെ ആഹാരം, അതാണ് ആഹാരം. നീ നിന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള ആഹാരം കഴിച്ചിട്ടുണ്ടാവില്ല. ഞങ്ങളുടെ നാടകം മാത്രമല്ല, ആഹാരവും രാജകീയമായിരിക്കും. എന്നാ വെറ്റില എടുക്ക. വെറ്റിലേക്ക് ഭയങ്കര വിലയാ. നീ വെറ്റില എന്നാ ശരിയാവില്ല. നാക്ക് പൊള്ളിക്കഴിഞ്ഞാലേ നാടകത്തിൽ ഡയലോഗ് പറയാൻ ബുദ്ധിമുട്ടാവും. കലാകാരൻ എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരാണോ? കലാകാരന്മാരല്ല, കലാകാരി. തിന്നുന്ന കാര്യത്തെ പറ്റി ഒന്നും ആലോചിക്കണ്ട, വയറ് നിറച്ച് കഴിച്ചോ. പക്ഷെ അതിന്റെ ഇരട്ടി പണിയെടുപ്പിക്കുന്നേ ഉള്ളൂ. എന്താടാ? ഒന്നുമില്ല, നന്നായി കഴിച്ചാൽ നല്ല ആരോഗ്യം കിട്ടുമെന്ന് പറയുമായിരുന്നു. ഇന്നത്തേക്ക് ഇത് മതി, പോയി കിടന്ന് ഉറങ്ങലാരും.
സാർ, ഞാൻ എവിടെ കിടക്കേണ്ടത്? വാ മോനെ, എന്റെ മടി കിടന്നു നോക്കൂ. വാ. സാർ, അത് വേണ്ട സാർ. അങ്ങനെ പറയലോടാ. അല്ല സാർ, ഞാൻ അവിടെ എവിടെങ്കിലും പോയി ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങാൻ നോക്കടാ. അതിപ്പോ എന്താ അത്ര ചോദിക്കാതിരിക്കുന്നത്? ഹലോ, വീടിനകത്ത് കിടക്കുന്നതിനെ പറ്റി ചിന്തിക്കേ വേണ്ട. കാണുന്നില്ലേ, വീടിനകത്ത് സുന്ദരികളായ പെൺകുട്ടികളുണ്ട്. പോ, പുറത്താ വരാന്തയിൽ എങ്ങാനും പോയി കിടക്കാൻ നോക്ക്. അതേതോ സുന്ദരികളായ പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞില്ലേ? എവിടെ കണ്ടില്ലല്ലോ. ഓ, നിങ്ങളായിരുന്നല്ലേ? ഹലോ, എക്സ്ക്യൂസ് മീ, ഞാനേ ഹീറോ ആണ്. ഈ ഹീറോ പുറത്ത് കിടക്കണമെന്നാണോ? ചാൻസേ ഇല്ല. എനിക്ക് കിടക്കാൻ എന്താ പറയാ, ഒരു ടീക്കൂടിന്റെ മേളില് ഒരു നല്ല മാട്രസ് കിട്ടുകഴിഞ്ഞാ ഞാൻ അവിടെ സുഖമായിട്ട് കിടന്നോളാം. ജെന്റിൽമാൻ, യെസ്. ഈ ഷൈലോന്റെ കൂടെ ആക്ട് ചെയ്യുന്നവരാരും ഹീറോ ആവുന്നില്ല, ഹീറോയിനെ ആകുള്ളൂ. കാരണം എന്താന്നോ? പറഞ്ഞുതരാം. ഈ വൺ ആൻഡ് ഓൺലി ഷൈലു മാത്രമാണ് ഹീറോ. മനസ്സിലായോ? പോ. ഹലോ, അങ്ങോട്ടല്ല സാർ, ദേ ഇങ്ങോട്ട്. ഔട്ട് ഔട്ട്. സന്തോഷം. എനിക്ക് കിടക്കാൻ ഇത്രയെങ്കിലും സ്ഥലം തന്നല്ലോ, അത് തന്നെ ഭാഗ്യം. അയ്യോ ചേച്ചി, ഞാനാ പക്രു. നിന്റെ ഒരു കാര്യം, ഈ സമയത്ത് നീ ഇവിടെ എന്ത് ചെയ്യാ? അല്ല, തന്നെ മുഖം കണ്ടാലേ മനുഷ്യൻ പേടിക്കും. അപ്പഴാ. ചേച്ചി, എന്റെ കളറിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യണ്ട നീ. ഞാൻ പറയാൻ വന്ന കാര്യം അതും കേക്ക്. പറഞ്ഞിട്ട് പോടാ. ചേച്ചി, നമ്മുടെ ഹീറോ പുറത്ത് കിടപ്പുണ്ട്. അതിനിപ്പ എന്താ? നമ്മുടെ പഴയ ഹീറോ ഒന്ന് വൈരാഗ്യത്തിന്റെ പുറത്ത് ഇവനെ അറ്റാക്ക് ചെയ്താലോ? അല്ലെങ്കിൽ വേറെ നാടകത്തിലേക്ക് കൊണ്ടുപോയാലോ? നമ്മുടെ അവസ്ഥ എന്താവും ചേച്ചി? അത് ശരിയാണല്ലോ. അതെ ചേച്ചി, എനിക്കെന്തോ അയാളെ അകത്ത് കിടത്തുന്ന സേഫ് എന്ന് തോന്നുന്നു. അപ്പൊ എന്റെ സേഫ്റ്റി ആര് നോക്കോടാ? ചേച്ചി, ഞാനുള്ളപ്പോ ചേച്ചി എന്തിനാ പേടിക്കുന്നേ? ഞാൻ നോക്കിക്കോളാന്നേ. ആദ്യം ഇവനെ ഒന്ന് സേഫ് ആക്കണം. അതേടാ, അവനെ ആരെങ്കിലും കടത്തിക്കൊണ്ട് പോയ നമ്മുടെ നാടകം തന്നെ നിന്നു പോടാ. നടക്ക നടക്ക. എടാ സീറോ, എണീറ്റാട്ടെ സാറേ. എടാ സീറോ, നീ അകത്ത് വന്ന് കിടക്കാൻ നോക്ക്. എന്താ അവിടെ നിന്ന് എണീക്ക്. എന്തിന്? നീ അകത്ത് വന്ന് കിടക്ക്. ഞാനില്ല, ഞാനും അവിടെ തന്നെ കിടന്നോളാം. നോക്ക്, പുറത്ത് നല്ല തണുപ്പാണല്ലോ. ഞങ്ങൾ അത്രയ്ക്ക് ദുഷ്ടന്മാരൊന്നുമല്ല. വാ, അകത്ത് വന്നെടുക്ക്. എന്റെ ഹൃദയത്തിൽ അവളുണ്ട്. അവളുടെ ഓർമ്മയില് ഞാൻ സുരക്ഷിതനാ. ഞാൻ ഇവിടെ കിടന്നോളാം, പോയിക്കോ. ഓ മൈ ഗോഡ്, ഈ ഓവർ ആക്ടിംഗ് ഒന്നും എന്റെ അടുത്ത് വേണ്ട മോനെ. മര്യാദയ്ക്ക് അകത്ത് വന്ന് കിടക്കാൻ നോക്ക്. എഴുന്നേക്കാനല്ലേ പറഞ്ഞേ? വാ ചേട്ടാ അകത്തോട്ട്. പോടാ, എവിടെങ്കിലും പോയി കിടക്ക്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. എടി മണി സിസ്റ്റേഴ്സ്, എടി മണികളെ, വിളിക്കുന്ന കേട്ടില്ല? എണീക്കങ്ങോട്ട്. എന്താണ് വേണ്ടത്? എണീറ്റ് പോയി അടുക്കള ചെന്ന് കിടക്ക്. എന്തിന്? പറയുന്ന അങ്ങോട്ട് ചെയ്താ മതി. ഒന്ന് പോടി, ഞങ്ങൾ അവിടെ തന്നെ കിടക്കും. അതെയോ? ഈ സീറോയും ഇവിടെ തന്നെയാ കിടക്കാൻ പോകുന്ന. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഞാനൊന്നും പറയാൻ വരുന്നില്ല. കിടന്നോ? എടാ പക്രു, ഇവനെ ശരിക്കും ശ്രദ്ധിച്ചോണേടാ. എനിക്കങ്ങോട്ട് അത്രയ്ക്ക് വിശ്വാസം വരുന്നില്ല. ഗുഡ് നൈറ്റ്.
എങ്ങോട്ടാ? ഞാനാ അവിടെ, നീ ഇവിടെ. ഐ ആം യുവർ സീനിയർ, യു നോ. ഗുഡ് ബൈ. പോയി കിടക്ക്. ഹലോ ജെന്റിൽമാൻ, വേഗം ഉറങ്ങിക്കോ. ഗുഡ് ബോയ് ആയിട്ട് വേഗം കിടന്ന് ഉറങ്ങിക്കോ. അഞ്ജനി ദർപ്പണ പ്രയോഗം നടത്തിക്കൊണ്ട് അവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നത് ഉചിതമാകുമോ? അവനിപ്പോൾ എവിടെയുണ്ടെന്നുള്ള കാര്യം അഞ്ജനി തർപ്പണ വിദ്യ മൂലം അറിയാൻ സാധിച്ചേക്കും. എന്നാൽ അവന്റെ ചുറ്റുവട്ടത്തിൽ ആരൊക്കെയുണ്ടെന്നുള്ള കാര്യം അറിയാൻ സാധിക്കുകയില്ല. ഈ വിദ്യ ഉപയോഗിച്ച് ത്രിശൂലിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക അസാധ്യമാണ്. മഹാശക്തി ദുന്ദുബിയെ ആവാഹിച്ചു വരുത്തിയാലോ? ഈ ഒരു ചെറിയ കാര്യത്തിനു വേണ്ടി ആ ഘോരശക്തിയെ ഇപ്പോൾ ആവാഹിക്കേണ്ട ആവശ്യകതയുണ്ടോ? നമ്മുടെ മുന്നിൽ ഇപ്പോൾ മറ്റൊരു മാർഗവുമില്ല ദാക്ഷായണി. മഹാശക്തി ദുന്ദുബിയെ നമ്മൾ ആവാഹിച്ചാൽ അത് അവനുള്ളതെവിടെയാണോ അവിടെ പോയി ആദ്യം അവനെ ആശ്രയം കൊടുത്തവരെ ഉപദ്രവിക്കും. പിന്നെ അത് അവന്റെ മനസ്സിൽ ഭയം വളർത്തും. സ്വന്തക്കാരെ കാണണമെന്ന് അവനിൽ തോന്നലുണ്ടാക്കും. ആ ക്ഷണം അവൻ വീട്ടിലേക്ക് തിരികെ എത്തും. അപ്പോൾ അവനിൽ സമ്മോഹിനി വിദ്യ പ്രയോഗിച്ചാൽ തീർച്ചയായും നമ്മളുടെ നിയന്ത്രണത്തിലായി മാറുന്നതാണ്. അടുത്ത ക്ഷണം അവന്റെയും എന്റെയും കല്യാണം. എനിക്ക് ശാപമോക്ഷവും, എനിക്ക് ചിരകാല യൗവനം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൂജ ഉടൻ ആരംഭിക്കാം. മന്ത്രപ്രയോഗവും തുടങ്ങാം. ഹസ്യ ശ്രീ വശീകരണ മഹാമന്ത്രസ്യ അസുരഗുരു ശുക്രാചാര്യ വിരചിത. ഓം അസുരഗുരവേ നമഃ. ഓം സുരശത്രുവേ നമഃ. ഓം അഘോരഗുരവേ നമഃ. ഓം അസുരഗണായ നമഃ. ആവാഹയാമി ആവാഹയാമി ആവാഹയാമി. മഹാശക്തി ദുന്ദുബിയെ ആവാഹയാമി. മഹാസുരശക്തി ആവാഹയാമി. രക്തതേജസ്വി ആവാഹയാമി. ഞാൻ വന്നത് നിന്റെ നാടകത്തിലെ ഹീറോ ആവാനല്ല ശിവാനി, നിന്റെ ജീവിതത്തിലെ ഹീറോ ആവാനാണ്. എനിക്ക് നിന്നെ തന്നെ വേണം ശിവാനി. എന്തോ ഒരു കാരണത്താൽ നീ എന്നെ മറന്നു പോയതായിരിക്കും. എന്നാൽ എനിക്ക് നിന്നെ മറക്കാൻ സാധിക്കോ? എനിക്കറിയാം നീ നാടകത്തിലെ ശൈലുവല്ല എന്റെ ജീവിതത്തിലെ ശിവാനിയാണെന്ന്. വാ പോവാ. ശിവാനി, ഞാൻ ഒരു തവണ നിന്റെ കൈ പിടിച്ച പിന്നീട് ഒരിക്കലും ഞാൻ ആ കൈ വിടില്ല. എന്തിനാണ് ഈ മുറി കയറിയത്? പ്രണയം. നീ മറന്നുപോയ നമ്മുടെ പ്രണയം വീണ്ടും നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലേ?
നോക്ക്, ഇങ്ങനെയൊക്കെ ചെയ്താ ഞാൻ ശരിക്കും ബഹളം വെക്കും. ശിവാനി, നിന്റെ വാക്കുകൾ ഞാൻ മാത്രം കേട്ടാ മതി, മറ്റാരും വേണ്ട. വാ ശിവാനി, നമുക്ക് പോവാം. ആരും അറിയാതെ ഇവിടുന്ന് പോയിട്ട് നമ്മുടെ ലോകത്ത് നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. പ്രണയം മാത്രമുള്ള സ്ഥലത്തേക്ക് പോകാം. പേടി വരാത്ത നമ്മുടെ ആ സ്ഥലത്തേക്ക് നമുക്ക് പോകാം. വാ ശിവാനി.